ഗൈസ് ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥലം കുറച്ച് സീരിയസ് സ്ഥലമാണ്. റേഡിയല്ല കാണിച്ചു തരാം. പേടിയുള്ളവർ ഈ വീഡിയോ ഇപ്പോൾ കാണണ്ട, കാരണം ഇത് ധൈര്യമുള്ളവർ മാത്രം കണ്ടാൽ അത്. കാരണം അങ്ങനല്ല, കുറച്ച് മരിച്ച ആൾക്കാരിവിടെ, ഞാൻ വെച്ചാൽ മരിച്ച് മെമ്മറി ആയ ആൾക്കാർ, എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അവരിവിടെ നിൽക്കാൻ പോകുന്ന സ്ഥാനം കാണിച്ചു തരാം. ആൾക്കാർക്ക് ബാ, ഞാൻ എന്തായാലും കാണിച്ചത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കൊക്കെ സംഭവം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മീർ നവാസ് ഷാബ് സെയ്ദ് കുത്തബുദ്ദീൻ ടോംബ്, ഇങ്ങനൊരു വലിയ പേരുള്ള സ്ഥലത്താണ്. ഈ സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ ഈ ലിസ്റ്ററിൽ ഞാൻ ഒന്നും വായിച്ചു നോക്കില്ല, ഇവിടെ വെറുതെ കൗതുകം കൊണ്ട് വന്നപ്പോൾ കയറിയതാണ്. പക്ഷേ ഈ ഒരു സ്ഥലം രാത്രി എന്തായാലും ഹോണ്ടഡ് പ്ലേസ് ഞാൻ പറയും. ഇത് ആക്ച്വലി ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് പ്ലേസ് ആണ്. എനിക്കൊന്ന് കുറച്ച് ആരൊക്കെയോ മരിച്ച ആൾക്കാരൊക്കെ ഇവിടെ ബറി ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തോ ഓർമ്മക്കായിട്ട്. എന്താ സംഭവം എന്നറിയില്ല, ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല, വായിച്ചു നോക്കേണ്ട ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിൻ്റെ കാറെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഒരു സൈഡ് മൊത്തം നമുക്ക് വൈകുന്നേരമൊക്കെ കപ്പിൾ സൈഡ് കൂട്ടിയിട്ട് അന്ന് സമാധാനത്തിൽ ഇരുന്ന് റിലാക്സ്മെൻ്റ് ഒക്കെ ചെയ്ത് എല്ലാം അടിച്ചു പൊളിക്കാൻ പറ്റും. സമാധാനത്തിൽ പീസ്ഫുള്ളായിട്ടിരിക്കും. കാരണം അത്രക്കും മരത്തിൻ്റെ അടിയിൽ നമുക്ക് ഒരു സീനും ഇല്ലാതെ നമുക്ക് എന്താ പറയുക, നല്ല രീതിക്ക് തന്നെ നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് എൻജോയ് ചെയ്യുക കാറ്റും കൊണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ വേറൊരു സൈഡ്, ഏകദേശം ആ സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് മാറി നിൽക്കുന്ന സൈഡിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് മരിച്ച ആൾക്കാർ ശരീരങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങളാണ്. അത് കൗതുകമാണെന്ന് വെച്ചാൽ കൗതുകം തന്നെയാണ്. ഫോർ മീ, ഞാൻ സോളോ ആയിട്ട് വന്നതാണ്, അപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇത് രാത്രിയൊക്കെ വന്ന ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് തന്നെ തോന്നും. കാരണം നമ്മൾ ഏകദേശം ഒരു സൈഡിന് ഇപ്പുറത്ത് നോക്കുമ്പോൾ കുറേ മരിച്ച ആൾക്കാർ ബറി ചെയ്ത് വെച്ചിട്ട് കാണുന്ന ഓരോ അവരെ ഏകദേശം വിശ്വാസപ്രകാരമുള്ള രീതി ചെയ്തായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ടോമ്പിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം കൂടിയുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. അത് അതിനേക്കാൾ കുറച്ചും കൂടി ഭയാനകമാണ്. കാണാനും ധൈര്യം വേണം, അത് അതിൻ്റെ ഉള്ളിൽ പോകാനും ധൈര്യം വേണം. തൊട്ടപ്പുറത്തൊക്കെ ഫുള്ളും വവ്വാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിചാരിക്കുന്ന പോലെയല്ല. രണ്ട് സൈഡ് ഞാൻ കാണിച്ചു. ഒരു സൈഡ് നമ്മളിപ്പോൾ എന്തായാലും ഉള്ളിൽ കയറാം, ഉള്ളിൽ പോയിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ചെയ്തത് ഇങ്ങോട്ടേക്കൊന്ന് പോവാം, അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കും പോവാം. ഇതിനുള്ളിൽ വവ്വാലുള്ള ലോകമാണ്. ആ ഡോറ് തുറന്നാൽ മിക്കവാറും ഒരു ഹോണ്ടഡ് ആയി. ആദ്യം ഇത് ഉള്ളിൽ തട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അറിയില്ല. കണ്ടാ, ഫുള്ള് ലോക്കാക്കി വെച്ചിട്ടുള്ളേ. ഇങ്ങോട്ടേക്ക് വന്നാൽ സംഭവം ഇതല്ലേ, ഒരാളിവിടെ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് സീനാണെന്ന് വിചാരിക്കുന്നതല്ല. ഇനി നേരെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് വരാം. ഇതിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ മെയിൻ എൻട്രൻസ് കയറേണ്ട വഴി ഇതാണ് സംഭവം. ഇതൊക്കെ എന്തായാലും കണ്ടിരിക്കണം കേട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. സംഭവം ഇതാ, ഫുള്ളൊരു എന്താ പറയുക, ഫുള്ള് ശൂന്യമായ സ്ഥലമാണ്. ഫുള്ളും ബോഡീസുള്ള എന്താ അവസ്ഥ എന്നറിയില്ല. ഉള്ളിന് ശരിക്കും ചെയ്തിട്ടുണ്ടോ, ഡെഡ് ബോഡീസ് ഉണ്ടോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയാം, പ്രാവുകളൊക്കെ പറക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു ഹോണ്ടഡ് ലെവൽ ഫീൽ തന്നെ പറയാം കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയല്ല. കാരണം ആ ഒരു രീതിയിലാണ് സംഭവം, ആ ഒരു ലെവലിലാണ് ഇവർ ഇതിവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഒരു ഹൊറോർ ഷോർട്ട് ഫിലിം, ആ സിനിമ ഞാൻ തന്നെ എനിക്ക് സത്യം പറയല്ല, ഞാനെടുത്ത് സംസാരിക്കുമ്പോൾ എക്കോ അടിക്കുന്നത് എനിക്ക് നല്ല പേടിയും വരുന്നുണ്ട്. പക്ഷേ ഒറ്റക്കാണ് ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമാണ് നല്ല രീതിക്ക് സീനായിരിക്കും. കാരണം നമ്മളിങ്ങനെ ഡെഡ് ബോഡീസിൻ്റെ മുന്നിലാണ് വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കി, ഡെഡ് ബോഡീസിൻ്റെ മുന്നിൽ നമ്മൾ വ്ളോഗ് ചെയ്തു കാര്യമില്ല. പ്രാവെല്ലാം പറക്കുന്നുണ്ട് അപ്പുറത്തും. പ്രാവ് പറക്കുമ്പോൾ തന്നെ വെച്ചിട്ടിങ്ങനെ പേടി, അതെന്താ പറക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനിപ്പോൾ ഇതിപ്പോൾ പ്രേതങ്ങൾ തന്നെ എണീറ്റുള്ള അവസ്ഥ. കാരണം നോക്കിയാൽ പ്രേതത്തിൻ്റെ അടുത്ത് ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. ഏത് പ്രേതത്തിനാണ് മനസ്സമാധാനം കിട്ടെങ്കിലും ചെയ്യുമ്പോൾ ആ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ തെറി വിളിക്കുന്നുണ്ടാവും. ഇവനും വല്ല വേറെ പണിയൊന്നുമില്ല, വല്ല പണിക്കുമ്പോഴാണെന്ന് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതാ സംഭവം ഉള്ളിലത്തെ അവസ്ഥ. ഏകദേശം വിചാരിക്കുന്ന പോലെയല്ല, ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റേതായ നല്ല ഫീലുണ്ട്, ഒരു ഹോണ്ടഡ് ഫീലാണ്. പക്ഷേ ഇത് നമ്മളൊരു മ്യൂസിയമൊക്കെ പോലെ നമ്മളവിടെ ഹിസ്റ്റോറിക്കൽ സൈഡായിട്ട് മാറ്റി വെച്ചെന്ന് പറയാം. അത്രയും നമുക്ക് പറയാമെങ്കിൽ. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ്. എന്തായാലും ഗുജറാത്ത് വിസിറ്റ് ചെയ്തതിൽ വഡോദര ഡിസ്ട്രിക്റ്റിലെ ഈ ഒരു ടോംബ്, ഞാൻ ഹൈദരാബാദ് ഉണ്ടായപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്തിരുന്നു. സംഭവം ഏകദേശം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ വേറൊരു സൈഡ് ഇതാണ്, നമുക്ക് സമാധാനമായിട്ട് തൊട്ടപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനത്തെ കുറച്ച് ഡെഡ് ബോഡീസും കാര്യങ്ങളൊക്കെ കണക്ക് എന്താ കൃത്യമായിട്ട് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് വേറൊരു സൈഡ്. ഇതിൻ്റെ വേറൊരു സൈഡ് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കിയതാ കണ്ട, നല്ല അപ്പുറത്ത് അങ്ങോട്ടെല്ലാം പോയാൽ നല്ല സമാധാനത്തിൽ ഇരിക്കാൻ പറ്റിയ എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ പതുക്കെ നോക്കിയത്, ഇതാണ് വേറെ ഇതിൻ്റെ ഒരു സൈഡ് പ്രശ്നം. കണ്ടില്ല, ഇത് ഏകദേശം ഇവിടെ ഫുള്ള് ഇതാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തെല്ലാം ഇതിൻ്റെ സംഭവം. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ സത്യം പറഞ്ഞാൽ. എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ എന്തായാലും ഇന്നവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോളോ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ വൈബും കമ്പനിയൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു വൈബിൽ സംഭവം ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാട്ടോ. എന്തായാലും ഗുജറാത്തിൽ വരുന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേഷനും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാനേ ഉള്ളൂ. എന്തായാലും വീണ്ടും ഗുജറാത്ത് സ്റ്റോറീസും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ഫോർ മോർ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.